ഓംകാരനാദ ബ്രഹ്മമേ ആത്മാവിലോംകാരനാദ ബ്രഹ്മമേ ഓംകാരനാദ ബ്രഹ്മമേ ആത്മാവിലോംകാരനാദ ബ്രഹ്മമേ ഓംകാരനാദ ബ്രഹ്മമേ. ആങ്കാരമാകും മായ തന്നോടു ചേർന്നു നിന്നു ആങ്കാരമാകും മായ തന്നോടു ചേർന്നു നിന്നു ഓങ്കാര ശബ്ദം ശക്തി കർമ്മം തുടർന്നു വന്നു ഓങ്കാര ശബ്ദം ശക്തി കർമ്മം തുടർന്നു വന്നു ഓങ്കാരനാദ ബ്രഹ്മമേ ആത്മാവിലോംകാരനാദ ബ്രഹ്മമേ ഓംകാരനാദ ബ്രഹ്മമേ. നാദം അതിങ്കൽ നിന്ന് ജ്ഞാനമുദയമായി ജ്ഞാനം രൂപം ധരിച്ച് കർമ്മലോകമുണ്ടായി നാദം അതിങ്കൽ നിന്ന് ഈശ്വരൻ ഗുരുവായിട്ടവതരിച്ചു ആത്മാവിലധിവാസം ചെയ്തിടുന്നു ഈശ്വരൻ ആത്മാക്കൾക്ക് ഗുരുവിന്റെ രൂപം തന്നിൽ തെളിഞ്ഞു കാണാം ഈശ്വരൻ ഗുരുവായിട്ടവതരിച്ചു
ഗുരുവായിട്ടവതരിച്ചു ആത്മാവിലധിവാസം ചെയ്തിടുന്നു. ഈശ്വരൻ ഗുരുവായി തിരുവവതാരം ചെയ്ത് ആത്മാവിൽ അറിവായി വാഴുന്ന അവതാരവാഴ്ചയെ കാണുവാൻ പരമഭാഗ്യം ലഭിച്ച ഓമനമിത്രങ്ങളെ, ഉന്നതമായ ജന്മനക്ഷത്ര മഹോത്സവം, അതിൻ്റെ ഓരോ നിമിഷവും നിറഞ്ഞു നിന്ന ആനന്ദം, അത് ഓരോ ഹൃദയങ്ങളിലും അങ്ങനെ തുള്ളിത്തുളുമ്പുകയാണ്. എങ്ങനെ തുള്ളിക്കളിക്കുന്നു വെള്ളത്തിൽ എന്ന പോൽ ഉള്ളത്തിൽ എൻ ഗുരു എല്ലാ നാളും എന്ന് പാടിയതുപോലെ അങ്ങനെ ആനന്ദം കൊണ്ട് ഓരോ ഹൃദയങ്ങളും തുള്ളിക്കളിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ നമുക്ക് സമാധി ദിനാചരണം, അത് ദുഃഖദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. താളമേളങ്ങളില്ല, അലങ്കാരങ്ങളില്ല, മറ്റ് ഭക്ഷണകാര്യങ്ങൾ ചെറിയ നിയന്ത്രണങ്ങൾ ഇതെല്ലാം വെച്ച് ഒരു വ്രതാനുഷ്ഠാനത്തോടു കൂടി നമ്മൾ ദുഃഖദിനമായി ആചരിക്കുമ്പോൾ സത്യത്തിൽ വലിയ ദുഃഖമൊന്നും ആരിലും ബാധിക്കാതെ, എന്നാൽ ഓർമ്മയോടുകൂടി എൻ്റെ ഗുരു കഷ്ടപ്പെട്ട ഫലമാണ് ഞാൻ ഈ അനുഭവിക്കുന്നതെല്ലാം. എങ്ങനെ? എൻ്റെ ഗുരുനാഥൻ കഷ്ടപ്പെട്ട ഫലം ഏഴയാമെന്നിൽ അനുഭവമായി. എൻ്റെ വേണ്ട, വീട്ടുകാർക്ക് വേണ്ട, ആര് കണ്ടാലും വിരോധം, ആരോടും വിരോധം, എപ്പോഴും വഴക്ക്, ദുഃഖം, പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള സന്താനങ്ങളെല്ലാം സർവശക്തിയുടെ ആ ത്യാഗകർമ്മ ഫലമായി വീണ്ടെടുത്തപ്പോൾ ലോകത്തിലേവരും എന്നെ സ്നേഹിക്കുവാൻ കാരണമാക്കിയ സദ്ഗുരുവേ, തീർന്ന ഗുരുവിൻ്റെ ത്യാഗകർമ്മങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ സമാധി ദിനാചരണവും നടത്തി. ഇന്ന് പ്രഭാതത്തിൽ അത് സമർപ്പിച്ചു. ഓരോ ശാഖകളിലും ആശ്രമങ്ങളിലും വിദേശ രാജ്യങ്ങളിലും എല്ലാം പ്രത്യേക പ്രാർത്ഥനകളും സ്തുതികളും ഒക്കെ നടന്നു. എല്ലായിടത്തും പ്രത്യേകമായ അനുഗ്രഹാവസ്ഥയിൽ തന്നെയാണ് നടത്തപ്പെട്ടത്. അതും ഈശ്വരൻ്റെ കാരുണ്യമാണ്. ഇപ്പോൾ നടത്തപ്പെട്ട ഉന്നതമായ പൂരം ജന്മനക്ഷത്രത്തിൻ്റെ നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ആരാധന നടത്തിയത്. അതോടൊപ്പം ഉന്നതമായി അനേക കോടികൾ നഷ്ടമാകത്തക്ക വിധം, അനേക ജന്മങ്ങൾ നഷ്ടമാകത്തക്ക വിധം ആരംഭിച്ചിരുന്ന യുദ്ധത്തെ ഒഴിവാക്കുവാൻ വേണ്ടി നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, നമ്മൾ ഒത്തുചേർന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കരുണാധി കൈക്കൊണ്ടുകൊണ്ട് അതൊഴിവാക്കി ആ സന്തോഷത്തിലുമാണ് ഈ ആഴ്ച നമ്മൾ നിലകൊള്ളുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് ദൈവമുമ്പാകെ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആരാധനയും നടത്താം. കാരണം അനേകം കാര്യങ്ങൾ ഓരോന്നും ചിന്തിക്കുമ്പോൾ നന്ദി അല്ലാതെ ഒന്നും നമുക്ക് തിരുമുമ്പാകെ വയ്ക്കുവാനില്ല. അപ്പോൾ വീണ്ടും നന്ദി അർപ്പിച്ചുകൊണ്ട് ദിനംതോറും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും നല്ല അനുഭവങ്ങൾ, നന്മ നിറഞ്ഞ അനുഭവങ്ങൾ ഈശ്വരൻ തന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നന്ദി ഉള്ളവരായി നന്മയെ അറിഞ്ഞ് എന്നും ആനന്ദയുക്തരായി ജീവിക്കുവാൻ ജഗദീശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശോധിച്ചറിയുന്നോരറിവായിട്ടുള്ളത്തിൽ പരിശുദ്ധ വസ്തുവായി താൻ നിൽക്കുന്നു. പരിശോധിച്ചറിയുന്നോരറിവായിട്ടുള്ളത്തിൽ പരിശുദ്ധ വസ്തുവായി താൻ നിൽക്കുന്നു. പരിശുദ്ധ ജ്ഞാനത്താൽ ഉളവായ ആത്മാവിൽ പരമപരിശുദ്ധൻ വാണിടുന്നു. പരിശുദ്ധ പരിശുദ്ധ ജ്ഞാനത്താൽ ഉളവായോരാത്മാവിൽ
പരമപരിശുദ്ധൻ വാണിടുന്നു. പാപമതെന്തെന്നും പുണ്യമതെന്തെന്നും പരിശോധിച്ചറിയുവാൻ അറിവു നൽകി. പാപമതെന്തെന്നും പുണ്യമതെന്തെന്നും പരിശോധിച്ചറിയുവാൻ അറിവു നൽകി. പാപത്തെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടു നീ പുണ്യകർമ്മങ്ങളെ ചെയ്തു കൊള്ളുക. പാപത്തെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടു നീ പുണ്യകർമ്മങ്ങളെ ചെയ്തു കൊള്ളുക. പുണ്യകർമ്മങ്ങളാൽ പരിശുദ്ധമാകുമ്പോൾ പരമാത്മാവാസത്തെ അകമേ കാണാം. പുണ്യകർമ്മങ്ങളാൽ പരിശുദ്ധമാകുമ്പോൾ പരമാത്മാവാസത്തെ അകമേ കാണാം. പരമാത്മാധിവാസം അകമേ കാണാം. പുണ്യകർമ്മങ്ങളാൽ പരിശുദ്ധരാകുമ്പോൾ പരമാത്മാധിവാസം അകമേ കാണാം. പരമപരിശുദ്ധൻ അകതാരിൽ വാഴുമ്പോൾ പാപകർമ്മങ്ങളിൽ ബന്ധമില്ല. പരമപരിശുദ്ധൻ അകതാരിൽ വാഴുമ്പോൾ പാപകർമ്മങ്ങളിൽ ബന്ധമില്ല. പരമപരിശുദ്ധൻ അകതാരിൽ വാഴുമ്പോൾ പാപകർമ്മങ്ങളിൽ ബന്ധമില്ല. പാപത്തെ ചിന്തിച്ചും ബന്ധിച്ചും നീചമായി പോയിടുവാനല്ല ജന്മമിത്. ചിന്തിച്ചും ബന്ധിച്ചും നീചമായി പോയിടുവാനല്ല ജന്മമിത്. പാപത്തെ ചിന്തിച്ചും ബന്ധിച്ചും നീചമായി പോയിടുവാനല്ല ജന്മമിത്. പാപത്തെ ബന്ധിച്ചും നീചമായി പോയിടുവാനല്ല ജന്മമിത്. പുണ്യത്തെ ചിന്തിച്ചും ബന്ധിച്ചും കർമ്മിച്ചും സ്വർഗമായി തീരേണ്ട ജന്മമിത്. പുണ്യത്തെ ചിന്തിച്ചും ബന്ധിച്ചും കർമ്മിച്ചും സ്വർഗമായി തീരേണ്ട പുണ്യത്തെ ചിന്തിച്ചും ബന്ധിച്ചും കർമ്മിച്ചും സ്വർഗമായി തീരേണ്ട ജന്മമിത്. പുണ്യത്തെ ചിന്തിച്ചും ബന്ധിച്ചും കർമ്മിച്ചും സ്വർഗമായി തീരട്ടെ. സ്വർഗസ്ഥൻ വാഴട്ടെ. ആനന്ദമായി ആത്മാവ് ഉയർന്നിടട്ടെ. സ്വർഗമായി തീരട്ടെ. സ്വർഗസ്ഥൻ വാഴട്ടെ. ആനന്ദമായി ആത്മാവ് ഉയർന്നിടട്ടെ. സ്വർഗമായി തീരട്ടെ. സ്വർഗസ്ഥൻ വാഴട്ടെ. ആനന്ദമായി ആത്മാ
ഉയർന്നിടട്ടെ. പാപമില്ലാത്ത പരിശുദ്ധ ജ്ഞാനം നൽകി പാലാഴിയാക്കുവാൻ വന്ന പരമാത്മാവ്, ആ പരമാത്മാവ് തന്നെയാണ് പരിശോധിച്ചറിയുന്ന അറിവായ അകതാരിൽ വാഴുന്നത്. അപ്പൊ രണ്ടും പരിശോധിച്ചറിയണം. ആ പാപം തെറ്റാണ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതിന്റെ വിവിധ വശങ്ങളെ അന്വേഷിച്ചറിയണം. അതിൽ പോയിട്ടറിയല്ല, അന്വേഷിച്ചറിയണം. അത് പോയിട്ടറിഞ്ഞാൽ അതിന്റെ ഫലവും അനുഭവിക്കേണ്ടി വരും. അറിവുള്ളവർ പറഞ്ഞു തരുന്നത് കേട്ടതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ കഴിയും. അങ്ങനെയാണ് ആദ്യത്തെ പരിശീലനം. അങ്ങനെയാണ് അറിവുള്ളവരുടെ അറിവിനെ സ്വീകരിക്കുക. എന്നിട്ട് അറിവ് കൊണ്ട് ഉയർന്ന ആത്മാവ് ഉയർന്നു കഴിയുമ്പോൾ ആ അറിവിൽ നിന്നുകൊണ്ട് ആത്മാവ് സ്വയം ചിന്തിച്ച് മനസ്സിലാക്കണം, ഇത് പാപമാണ്, ഇത് പുണ്യമാണ്. അങ്ങനെ പാപകർമ്മങ്ങളെ തിരിച്ചറിയുവാനുള്ള അറിവ് ലഭിക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ മനുഷ്യനായി മാറുന്നത്. പാപപുണ്യങ്ങളെ തിരിച്ചറിയുവാനുള്ള നന്മയും തിന്മയും തമ്മിൽ തിരിച്ചറിയുന്ന അറിവ്. നന്മയും നന്മയും തിന്മയും തമ്മിൽ തിരിച്ചറിയുന്ന അറിവ്. നന്മയും ഉള്ളവരെ മനുഷ്യരാൽ കരുതിയിടണമോ. മനനം ചെയ്യാൻ കഴിവുള്ളത് കൊണ്ട് മനുഷ്യൻ എന്ന് പറയുന്നു. ആ മനനം ചെയ്യേണ്ടത് എന്താണെന്ന് ഈ മനുഷ്യർക്ക് അറിയില്ല. മനനം ചെയ്യുവാൻ കഴിവ് കൊടുത്ത് ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്ന സർവാധികാരിയായ മനുഷ്യന് എന്താണ് മനനം ചെയ്യേണ്ടതെന്ന് തിരിച്ചറിവില്ല. അതുകൊണ്ട് എന്തുണ്ടായി? ആവശ്യമില്ലാത്ത കാര്യങ്ങളെ മനനം ചെയ്തു, ആവശ്യമില്ലാത്ത കർമ്മങ്ങളിൽ ബന്ധപ്പെട്ടു, ആവശ്യമില്ലാത്ത ദുഃഖം അനുഭവിക്കുകയാണ്. അങ്ങനെ നിത്യദുഃഖത്തിൽ കിടക്കുമ്പോൾ നരകമാണ് അനുഭവിക്കുന്നത്. അങ്ങനെ നരകത്തിൽ ആണ്ടുപോയ ആത്മലോകത്തെ വീണ്ടെടുക്കുവാൻ സ്വർഗപിതാവ് ഭൂമിയിൽ വന്ന് പ്രത്യക്ഷമായി പ്രവർത്തിക്കുന്നത് സ്വർഗപിതാവ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? നിഷ്കളങ്ക ജ്ഞാനം ഓതി ആത്മാവിൽ ഭവിപ്പിച്ച് വീണ്ടെടുത്താണ് രക്ഷിക്കുന്നത്. നിഷ്കളങ്ക ജ്ഞാനം കൊണ്ടല്ലാതെ വീണ്ടെടുക്കാൻ വേറൊരു മാർഗമില്ല. ഒരു ആന കുഴിയിൽ വീണു. ഇപ്പൊ പുതിയ ഉപകരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ്, അതായത് ക്രെയിന് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഉണ്ടല്ലോ. അതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ആനയെ പിടിച്ചു കയറ്റാൻ താപ്പാന വരും. എന്ന് പറഞ്ഞാൽ കുഴിയിൽ കിടക്കുന്ന ആനയേക്കാൾ ബലമുള്ള ആനയായിരിക്കണം വെളിയിൽ കുഴിക്ക് പുറത്ത് നിൽക്കുന്നത്. അപ്പൊ അതിനെ ഒരു വടം കെട്ടിയിട്ട് അതിനെ ബന്ധിച്ച് വേണ്ട വിധത്തിൽ അതിനെ ബന്ധിച്ച് മുകളിലേക്ക് പിടിച്ചു കയറ്റും. ആര്? ഈ താപ്പാന. എന്നതുപോലെ ഈ കുഴിയിൽ കിടക്കുന്ന ഒരു ആളിനെ അല്ലെങ്കിൽ ഒരു ജന്മത്തെ വീണ്ടെടുക്കുവാൻ ബലവാനാകുന്ന ദൈവം വന്നു. ആ ബലമുള്ള തൃക്കരങ്ങൾ നിങ്ങൾ പിടിച്ചുകൊണ്ട് ജീവിച്ചാൽ നിങ്ങൾ ഒരിക്കലും കുഴിയിലേക്ക് വീണ്ടും പോവുകയില്ല. അങ്ങനെ നരകത്തിൽ ആണ്ടുപോയ ആത്മലോകത്തെ വീണ്ടെടുത്ത് സ്വർഗമാക്കുവാൻ നിഷ്കളങ്ക ജ്ഞാനം ആത്മനാഥൻ ഉപദേശിക്കുമ്പോ അത് വേണ്ടതുപോലെ ഗ്രഹിക്കുവാനാണ് ആത്മലോകം ആദ്യം കരുതേണ്ടത്. എല്ലാ ഞായറാഴ്ചയും ആശ്രമത്തിൽ പോകണം. അവിടെ ഇത്ര മണി മുതൽ ഭാഗവതന്മാരൊക്കെ പാട്ട് പാടും.
അത് കഴിയുമ്പോൾ അമ്പൂറ്റി വരും. ആ നേർച്ചയൊക്കെ സ്വീകരിക്കും. അത് കഴിഞ്ഞ് ആരെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് പേര് എന്തെങ്കിലുമൊക്കെ പറയും. അത് കഴിയുമ്പോൾ അമ്പൂറ്റി കുറച്ച് കാര്യങ്ങൾ പറയും. അത് കഴിയുമ്പോൾ ദക്ഷിണ ഇടണം, ആഹാരം കഴിക്കണം, വീട്ടിൽ പോകണം. ഇതാണ് ചിലരുടെ ആരാധന. അല്ല, ആശ്വാസം തേടി ഞാൻ വന്നു, എൻ്റെ ആത്മനാഥൻ്റെ അടുത്ത്. ആശ്വാസം തേടി ഞാൻ വന്നു, എൻ്റെ ആത്മനാഥൻ്റെ അടുത്ത്. ആശ്വാസം നൽകണേ നാഥ, എൻ്റെ ആർത്തിയെ കാണണേ നാഥ. അവിടെ ഉണ്ടൊരു ചെറിയ ക്ലോസ്. എന്താ അവിടെ ക്ലോസ്? ആശ്വാസം നൽകണേ നാഥ. പിന്നെ ആർത്തിയുള്ളുള്ളത്തിൽ പാർത്തിയിടുന്നുണ്ടീവൻ, ആർത്തിയില്ലാത്തോരിൽ ആരിലും കാണില്ല. വല്ലതൊക്കെ വലിച്ചു വാരി തിന്നുന്നതിനുള്ള ആർത്തിയല്ല. ഓ കാണണം കാണണം ഭഗവാനെ എന്നുള്ളിൽ കാണാൻ കൊതിച്ചിടുന്നേ. കാണുവാനുള്ളൊരു ഉൾക്കാഴ്ച നൽകുവാൻ ഭക്തിയായി പ്രാർത്ഥിക്കുന്നേ. ഗുരുവിനെ കണ്ട് ശിഷ്യരായി തീർന്നിട്ടുള്ള ഓരോരുത്തരുടെയും നിത്യപ്രാർത്ഥന ആയിരിക്കേണ്ടതാണ്. അത് നിത്യപ്രാർത്ഥന ആയിരിക്കേണ്ടതായതുകൊണ്ട് വിവിധ കീർത്തനങ്ങളിൽ വിവിധ രൂപത്തിൽ അത് അവതരിപ്പിച്ച് തന്നിട്ടുണ്ട്. കാരണം അറിയാതെ നിങ്ങൾ ഇത് കീർത്തിച്ചാൽ പോലും നിങ്ങളുടെ നിത്യപ്രാർത്ഥനയായി വരണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്തത്. ഇങ്ങനൊരു ചിന്തയോ ഇങ്ങനൊരു ആഗ്രഹമോ ഒന്നും നിങ്ങളുടെ ഉള്ളിൽ ഇല്ല എന്നിരിക്കട്ടെ. പക്ഷെ കീർത്തനം പാടുകയും പ്രാർത്ഥിക്കുകയും നിർബന്ധമായി ചെയ്യണമെന്ന് പറഞ്ഞാണല്ലോ സത്യം കേൾപ്പിക്കുമ്പോൾ തന്നെ അയക്കുന്നത്. അപ്പൊ പല പല കീർത്തനങ്ങൾ പാടുമ്പോ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ ഈ പ്രാർത്ഥന നടക്കും. കാണുമാറാകണേ സദ്ഗുരുവേ കായാമ്പുമേനിയാ കണ്ണനല്ലേ. അറിയുന്നുണ്ടോ? പലരും അറിയുന്നില്ല, ഇതിന്റെ അർത്ഥമൊന്നും അറിയുന്നില്ല, വെറുതെ ഇങ്ങനെ പാടുക. ഭഗവാൻ പറഞ്ഞു കീർത്തനം പാടി പ്രാർത്ഥിക്കണം. അപ്പൊ കീർത്തനം പാടുന്നു, പ്രാർത്ഥിക്കുന്നു. അറിയാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? കണ്ണിനു കണ്ണായി വാഴുന്നുള്ളത്തിൽ കണ്ണനെ അങ്ങേ സൂക്ഷ്മ സ്വരൂപത്തെ നന്നായി കണ്ട
എന്നിൽ അനുമെഴുന്നള്ളി വാഴണമേ. ഭഗവാനെ വാഴ്ത്തുന്നു ഏഴയാം ഞാൻ, എൻ്റെ അകതാരിലെഴുന്നള്ളി വാഴണമേ. ഭഗവാനെ അറിഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ല, എന്തായി സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. കീർത്തനം പാടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആ കൽപ്പന പാലിച്ചവർ അറിയാതെ ചെയ്തതെല്ലാം എന്താണ്? ഓ പരമാത്മാ ഗുരുനാഥ എഴുന്നള്ളണ്ടകതാരിൽ. പരമാത്മാ ഗുരുനാഥ എഴുന്നള്ളണ്ടകതാരിൽ. ഇങ്ങനെ എത്ര ലക്ഷം കീർത്തനങ്ങൾ. ഈ ഒരു ചെറിയ കൽപ്പന, ചെറിയ കൽപ്പന ഒന്നും ഇല്ലെങ്കിലും അത് പറയുമ്പോൾ ഒരു വിശേഷണം ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. കൽപ്പന ഒന്നും ചെറുതല്ല. എങ്കിലും ആ കൽപ്പന പാലിക്കുന്നവർ അറിയാതെ ഈ കർമ്മത്തിൽ ഏർപ്പെടുകയാണ്. അപ്പോ ഭഗവാനെ കാണുവാനുള്ള ആ വിളി, ആ അപേക്ഷ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ കൂടി നിർവഹിച്ചുകൊണ്ടാണ് കരുണാനിധി നിങ്ങളെ ഈ നിയമത്തിൽ കൂടി ജീവിപ്പിക്കുന്നത്. ഇതുപോലെ കരുതുവാൻ വസിപ്പവരേ
എല്ലാത്തിലുമായി എല്ലാവർക്കുമായി വാഴുന്ന ഭേദബുദ്ധിയില്ലാത്ത ദൈവം ഉന്നതമായ നിയമങ്ങൾ ലോകത്തിൽ പാസാക്കി നടപ്പാക്കുന്നത് ഭേദബുദ്ധിയില്ലാത്ത ആത്മലോകത്തെ വാർത്തെടുക്കുവാനും ആനന്ദലോകമാക്കുവാനുമാണ്. അങ്ങനെ ആനന്ദലോകമാക്കുവാൻ അവതാരമായി വന്ന ജഗദീശ്വരന്റെ അവതാര സുദിനമാണ് നമ്മൾ ഘോഷിച്ച് ആനന്ദം അനുഭവിച്ചത്. ആ ആഘോഷത്തിലൂടെ നമ്മൾക്കുണ്ടായ ആനന്ദം വളരെയേറെ പ്രസംഗ പരിചയമുള്ളവരും അനുഭവ സാക്ഷീകരണത്തിലൂടെ ഹൃദയക്കുളിർമ ഉണ്ടാക്കിയിട്ടുള്ളവരും ഒക്കെയായ നമ്മുടെ സന്താനങ്ങൾ പലരും വളരെ പ്രയാസപ്പെടുകയാണ്. ഇത് എങ്ങനെ വർണ്ണിക്കുമെന്ന് അവർക്ക് അറിയില്ല. എന്തുകൊണ്ട് വർണ്ണിക്കാൻ കഴിയുന്ന രീതിയിലല്ല ആനന്ദത്തിന്റെ നടത്തിപ്പുകൾ ഓരോന്നും. നവരസങ്ങളെ ഒരു ആളിനോട് പറഞ്ഞു കൊടുക്കും, ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരാളിനോട് പറഞ്ഞു കൊടുക്കുവാൻ നമ്മൾ എന്ത് മാർഗം ഉപയോഗിക്കും? നല്ല മധുരമാണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്ത് മനസ്സിലാവും? നല്ല പുളിയാണെന്ന് പറഞ്ഞാൽ ആളിന് എന്ത് മനസ്സിലാവും? ഇതുപോലെയാണ് ഈ ആനന്ദവും മറ്റൊരാളിലേക്ക് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ കഴിയുന്ന കാര്യമല്ല. അത് ബോധ്യപ്പെടണമെങ്കിൽ ആ ആത്മാവ് സ്വയം ആനന്ദിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആത്മാവ് ആനന്ദിക്കുന്ന അവസ്ഥ ആത്മാവിൽ നിന്ന് ആത്മാവിലേക്ക് പകർത്തി ഈ ആനന്ദത്തെ ആത്മാവിൽ എത്തിക്കുവാനാണ് ഈ സർവജ്ഞാനോധി ഭവിപ്പിച്ചിരിക്കുന്നത്. ആ സർവജ്ഞാനത്തിൽ കൂടി ജീവിതം ചെയ്യുന്ന ആത്മാവിൽ പ്രകാശമുണ്ടാകുന്നു. ആ പ്രകാശത്തിൽ കൂടി വീണ്ടും ജീവിക്കുമ്പോൾ ആനന്ദമാത്മാവിൽ അനുഭവപ്പെടുന്നു. അപ്പോൾ ഈ ആദർശം ആനന്ദത്തിനുള്ളതാണെന്നും ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ആനന്ദ സ്വരൂപനാകുന്ന ഉടമസ്ഥനാണെന്നും ആത്മാവ് തിരിച്ചറിയുന്നു. അങ്ങനെ തിരിച്ചറിയുമ്പോൾ ആത്മാവിൽ ആർത്തി വർദ്ധിക്കുന്നു. അപ്പോഴാണ് വീണ്ടും വീണ്ടും ആനന്ദം ലഭിക്കുന്നത്. അപ്പോൾ നിഷ്കളങ്ക ഭക്തിയോടുകൂടി ജീവിതം ചെയ്ത് നിത്യാനന്ദ സ്വരൂപനാകുന്ന എന്റെ ഗുരുവിന്റെ രൂപത്തെ നിത്യവും എന്റെ ഹൃദയത്തിൽ കാണുമാറാകണമേ എന്ന ആഗ്രഹത്തോടുകൂടി ലോകമോഹാദികളെല്ലാം വെടിഞ്ഞ് നശ്വരമായതിനെ എല്ലാം വെടിഞ്ഞ് ശാശ്വതമായ സുഖത്തിലേക്ക് എത്തുവാൻ ആർത്തിയോടുകൂടി ജീവിക്കുമ്പോൾ ആത്മാവിൽ ഉണ്ടാകുന്ന സുഖമാണ് ആനന്ദം. അങ്ങനെ ഓരോ ആത്മാവിനെയും ആനന്ദത്തിൽ കൊണ്ട് എത്തിക്കുവാൻ അനുഗ്രഹദായകനാകുന്ന ആനന്ദ സമ്പൂർണനാകുന്ന ജഗദീശ്വരനാണ് ലോകാന്ത്യം വരെ നിങ്ങളെ രക്ഷിക്കുവാൻ ലോകത്തിൽ വാഴുമെന്ന് തീരുമാനം ചെയ്ത് അറിയിച്ചത്. അത് ഇന്നും ഇതാ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നു. ഓരോരോ തിരുവുടലുകളിൽ കൂടിയും അനേക ലക്ഷങ്ങളെ വീണ്ടെടുത്ത് അനേക ലക്ഷങ്ങളെ ആശ്വസിപ്പിച്ച് അനേക ലക്ഷങ്ങളെ ആനന്ദിപ്പിച്ച് ഉന്നതമായ വാഴ്ചകളാണ് നടത്തിക്കൊണ്ടിരുന്നത്. പല ആളുകളും ചിന്തിക്കും ഈ ലക്ഷം ലക്ഷം എന്ന് പറയുന്നത് എന്ത് ചെയ്തും കാണുന്നില്ലല്ലോ എന്ന്. ഓരോരുത്തരുടെയും ജന്മാന്തരമായ അവസ്ഥ അനുസരിച്ച് ഇതിനോട് ആർത്തി ഉണ്ടാവുകയും സർവകർമ്മങ്ങളിലും ബന്ധിക്കുകയും ചെയ്യുകയുള്ളൂ. സത്യം കേട്ടു, ഇതിൽ നിന്നൊരു അനുഭവം ഉണ്ടായി, അവരവരുടെ വീട്ടിൽ പോയി ജീവിക്കുന്ന രീതിയാണ് പല ആളുകൾക്കും ഉള്ളത്. എന്തുകൊണ്ട്? ഈ ഉന്നതമായ കർമ്മങ്ങളിൽ ബന്ധിച്ച് ആനന്ദിക്കുവാനുള്ള യോഗ്യത ആത്മാവിലേക്ക് എത്തിയില്ല എന്നുള്ളത് കൊണ്ടാണ്. എല്ലാ കർമ്മങ്ങളിലും വരികയും നിരന്തരമായി ആനന്ദം അനുഭവിക്കുകയും ചെയ്യുന്നത് ആനന്ദം അനുഭവിക്കുന്ന ആത്മാവിന്റെ യോഗ്യതയ്ക്കനുസരിച്ചാണ്.
ഇപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാകും. ഇപ്പോൾ തന്നെ നമ്മൾ ചിന്തിച്ചാൽ മറ്റൊരു ആദർശത്തിൽ ബന്ധിച്ച് അതിന്റെ പ്രവർത്തകനായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ നമ്മുടെ വേദിയിൽ ഇരിക്കുന്ന ആൾ. മറ്റൊരു ആദർശത്തിൽ ബന്ധിച്ചതിന്റെ പ്രവർത്തകനായി ജീവിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ ഈ സന്നിധാനത്തിൽ ഇപ്പോൾ നിലകൊള്ളുന്നത്. അദ്ദേഹം പക്ഷെ ഇവിടെ വന്ന് എന്നെ കണ്ട നിമിഷം മുതൽ ഉണ്ടായ ആ സുഖാനുഭൂതിയിൽ അത്യാവശ്യങ്ങൾ വരെയും മാറ്റി വെച്ചിട്ടാണ് എല്ലാ ഞായറാഴ്ച ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്റെ അരികിൽ വന്ന് നിൽക്കുമ്പോ ഒരു കുഞ്ഞു വന്നു, ആദ്യമായി ഇവിടെ വന്നതാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞു, ഞാൻ നീ എവിടെ ഇപ്പൊ ഏതോ ഒരു ആശ്രമത്തിൽ പോകുന്നുണ്ട്, ഇവിടെ വന്ന് സത്യം കേട്ടതല്ല, മറ്റെവിടെയോ പോകുന്ന ഒരാളാണ്. അപ്പോ ഞാൻ ചോദിച്ചു, കുഞ്ഞ് എന്തിനാ ഈ ചരടൊക്കെ കെട്ടിയിരിക്കുന്നത്? അതൊന്നും സത്യം കേട്ടവർക്ക് അതിനൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോ ഈ ആളിന്റെ കയ്യിൽ ഒരു ചരടുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോ പെട്ടെന്ന് കഴിച്ചു മാറ്റി. അദ്ദേഹം സത്യം കേട്ടില്ല, ഇതിന്റെ ആ അനുഭാവത്തോടുകൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും എന്റെ ആ ശബ്ദം കേട്ടപ്പോ ഇത് ആവശ്യമില്ല എന്നൊരു തോന്നൽ പെട്ടെന്ന് അഴിച്ചു മാറ്റി. ഇങ്ങനെ അറിവാകുന്ന ഗുരുവിനെ അംഗീകരിക്കുവാനും ആദരിക്കുവാനും കഴിയുന്നവർക്ക് മാത്രമേ ആനന്ദം അനുഭവിക്കുവാൻ പറ്റുകയുള്ളൂ. ഇപ്പൊ ജന്മാന്തര സുഹൃതമുള്ളവർക്ക് ഇത് കൂടുതൽ കൂടുതൽ അനുഭവിക്കുവാനുള്ള പരമഭാഗ്യം ഉണ്ടാകും. അപ്പൊ പല ആളുകളും ചിന്തിക്കുമല്ലോ, എല്ലാ പരിപാടിക്കും ഈ ആളുണ്ടല്ലോ. ഒരാളിനെ കൊണ്ട് പറയല്ല, അങ്ങനെ പല ആളുകളും ഉണ്ട്. എല്ലാ കാര്യത്തിനും വരുന്നവരുണ്ട്. വീട്ടിലിനി എന്തെല്ലാം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാലും കടം വാങ്ങിച്ചിട്ടായാലും വരും, ഇവിടുത്തെ നടക്കുന്ന പരിപാടി പങ്കെടുക്കും. അപ്പൊ തിരിച്ചു ചെല്ലുമ്പോ വീട്ടിലിരിക്കുന്നവർ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും. കാരണം അരി വാങ്ങിക്കാനുള്ള കാശ് എടുത്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആശ്രമത്തിലോട്ട് വന്നത്. അതുകൊണ്ട് അതും എടുത്തോണ്ട് പോയി ഞങ്ങൾ ഇവിടെ പട്ടിണി ഇരിക്കുക, നിങ്ങൾക്ക് അവിടെ ചോറൊക്കെ കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് പല ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കും. എന്നാലും അടുത്ത പരിപാടി വരുമ്പോൾ വീണ്ടും ഇഞ്ഞു പോരും. എന്തുകൊണ്ട്? ആനന്ദം അനുഭവിക്കുവാനുള്ള യോഗ്യത അല്ലെങ്കിൽ അർഹത ഈ ആത്മാവിനുള്ളത് കൊണ്ടാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ ആത്മാവിന് സാധിക്കുകയില്ല. ആരെല്ലാം എതിർത്താലും, ആരെല്ലാം വെറുത്താലും, ആരെല്ലാം കൊല്ലാൻ ചെന്നെന്ന് പറഞ്ഞാലും വിടുകയില്ല, ഞാൻ വിടുകയില്ല, ഗുരുവിന്റെ പാദപത്മം വിടുകയില്ല. വിടുകയില്ല, ഞാൻ വിടുകയില്ല, ഗുരുവിന്റെ പാദപത്മം വിടുകയില്ല. മനസ്സിന്റെ അതിസുഖം പകർന്നു തന്ന ഗുരുവിന്റെ പാദപത്മം
പരലോക വ്യവസ്ഥകളോതി തന്ന ഗുരുവിന്റെ പാദപത്മം വിടുകയില്ല. പരമാനന്ദമായ എന്നിൽ അധിവസിക്കും ഗുരുവിന്റെ പാദപത്മം വിടുകയില്ല. പരമാനന്ദമായ എന്നിൽ അധിവസിക്കും ഗുരുവിന്റെ പാദപത്മം വിടുകയില്ല. പരമാനന്ദമായ എന്നിൽ അധിവസിക്കും ഗുരുവിന്റെ പാദപത്മം വിടുകയില്ല. പരലോക വ്യവസ്ഥകളോതി തന്ന ഗുരുവിന്റെ പാദപത്മം വിടുകയില്ല. പരലോക വ്യവസ്ഥകളോതി തന്ന ഗുരുവിന്റെ പാദപത്മം വിടുകയില്ല. പരമാനന്ദമായ എന്നിൽ അധിവസിക്കും ഗുരുവിന്റെ പാദപത്മം വിടുകയില്ല. പരലോക സ്വരൂപന ഗുരുവരന്റെ പരമപാദത്തെ ഞാൻ വിടുകയില്ല. പരമപാദാരവിന്ദം വിടുകയില്ല. പരലോക സ്വരൂപന ഗുരുവരന്റെ പരമപാദാരവിന്ദം വിടുകയില്ല. പരലോക സ്വരൂപന ഗുരുവരന്റെ പരമപാദാരവിന്ദം വിടുകയില്ല. പരലോക വ്യവസ്ഥകളോതി തന്ന ഗുരുവിന്റെ പാദപത്മം വിടുകയില്ല. പരലോക സ്വരൂപന ഗുരുവരന്റെ പരമപാദാരവിന്ദം വിടുകയില്ല. പരലോക സ്വരൂപന ഗുരുവരന്റെ പരമപാദാരവിന്ദം വിടുകയില്ല. പരലോക സ്വരൂപന
ജീവിക്കുന്നവർക്ക്, ഈ അറിവിലും ആശ്രയത്തിലും ജീവിക്കുന്നവർക്ക് എപ്പോഴും ഉണ്ടാകേണ്ടുന്ന തീരുമാനമാണ് ഈ കീർത്തനം. കാരണം നിങ്ങൾ അനുഭവിക്കുന്നതെല്ലാം ഗുരുവിന്റെ പാദത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചതാണ്. ആ പാദം വിടാതെ നിങ്ങൾ കരുതി ജീവിച്ചാൽ എപ്പോഴും നിങ്ങൾക്ക് ആശ്വാസമുണ്ട്, എപ്പോഴും നിങ്ങൾക്ക് ആനന്ദമുണ്ട്, എപ്പോഴും നിങ്ങൾക്ക് ഉടമസ്ഥനുണ്ട്, എപ്പോഴും നിങ്ങൾക്ക് രക്ഷകനുണ്ട്, എപ്പോഴും നിങ്ങളിൽ ആനന്ദം തുള്ളിക്കളിക്കുന്നത് കാണുവാൻ കഴിയും. അങ്ങനെ പരമാനന്ദ സ്വരൂപനാകുന്ന പരമഗുരുവിന്റെ പാദപത്മങ്ങളിൽ എന്നും ആശ്രയിച്ച് ആർത്തിയുള്ളവരായി ജീവിക്കുവാൻ ഓരോരുത്തരും ഹൃദയത്തെ ഒരുക്കി ജീവിതം ചെയ്യുക. നാളെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ധാരാസ്തുതി ആരംഭിക്കുകയാണ്. 21 ദിവസത്തെ പരിശുദ്ധ വ്രതത്തോടുകൂടി ജന്മാന്തര ജ്ഞാനോപദേശം 3 യുഗം വരെ പഠിച്ചിട്ടുള്ള ആത്മാക്കൾ, 3 യുഗമെങ്കിലും പഠിച്ചിട്ടുള്ള ആത്മാക്കൾ ആ വ്രതത്തോടുകൂടി വന്നു ചേർന്നാൽ ഈ താരാസ്തുതിയിൽ ബന്ധിപ്പിക്കും. അതിൽ കൂടി നിങ്ങൾക്ക് ആനന്ദിക്കുവാൻ കഴിയും. മഹാശക്തിയും ദേവീ ദേവന്മാരും ദൂതപരമ്പരകളും ഭക്തലോകവും ഒന്നായി നിന്ന് ആനന്ദിക്കുന്ന അവസ്ഥയാണ്. ഇത് വെറുതെ പറയുകയല്ല, പൂർണ്ണമായും ഇത് അനുഭവമാക്കുന്ന വേദിയാണ് താരാസ്തുതി. മഹാശക്തിയും ദൂതരും കൂടി സ്തുതികൾ നടത്താൻ എഴുന്നള്ളത്തായി. മഹാശക്തിയും ദൂതരും കൂടി സ്തുതികൾ നടത്താൻ എഴുന്നള്ളത്തായി. ശ്രദ്ധിക്കണം. ദൂതന്മാരെല്ലാം ഭക്തന്മാരോ തെറ്റുപറ്റിയതാണോ? അല്ല. താരാസ്തുതിയിൽ ബന്ധിക്കുവാൻ വേണ്ടി പരിശുദ്ധ വ്രതമെടുത്ത് നിയമാനുഷ്ഠാനങ്ങളോടുകൂടി വരുന്ന ഒരാത്മാവ് ദൂതന്മാരെക്കാളും ദേവീദേവന്മാരെക്കാളും മികവുറ്റ ആത്മാക്കളാണ്. അവരെക്കാൾ ഉയർത്തപ്പെട്ടവരാണ്. ആ ദൂതന്മാരോ ദേവീദേവന്മാരോ ശരീരപ്രകാരം ഗുരുവിനെ കാണുവാൻ ഭാഗ്യമുണ്ടായവരല്ല. അവർ സൂക്ഷ്മാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അത് കാണുന്നത്. അതുകൊണ്ട് തന്നെ വേണ്ട വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുവാൻ അവർക്ക് നിർവാഹമില്ല. വേണ്ട വിധത്തിൽ ഇതിനെ പ്രകാശിപ്പിക്കുവാൻ അവർക്ക് നാവില്ല. എന്നാൽ മനുഷ്യരായി ജീവിക്കുന്ന നിങ്ങൾക്കോ ഈ അറിവിനെ സ്വീകരിക്കുവാനും അറിവിനനുസരിച്ച് കർമ്മിക്കുവാനും കർമ്മഫലമായി ഉണ്ടാകുന്ന ആനന്ദം മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുവാനും മഹാഭാഗ്യമുണ്ടായവരാണ്. ആ ഭാഗ്യാവസ്ഥയെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നറിവായി നിൽക്കുന്ന ജഗദീശ്വരനാണ് പാടിയത്. ദൂതന്മാരെല്ലാം എഴുന്നള്ളത്തായി, ഭക്തന്മാരെല്ലാം എഴുന്നള്ളത്തായി. ദോഷങ്ങളെല്ലാം സംഭരിപ്പാനായി ദേവന്മാർ ദൂതന്മാർ എഴുന്നള്ളത്തായി.
പരിശുദ്ധ വ്രതത്തോടുകൂടി സത്യവ്രതത്തോടുകൂടി പരിശുദ്ധ വ്രതത്തോടുകൂടി എത്തിച്ചേരുന്ന ആത്മാക്കളിലെല്ലാം ഈശ്വരൻ എഴുന്നള്ളി ആനന്ദിക്കുമാറാകട്ടെ. ആനന്ദമായി പ്രാവശ്യത്തെ താരാസു നടത്തപ്പെടട്ടെ. സർവൈശ്വര്യ പ്രദായകനാകുന്ന ആനന്ദ സമ്പൂർണനാകുന്ന സർവേശ്വരൻ ഈ ലോകത്തിൽ വന്ന് വാഴുന്നു എന്ന പരമസത്യം ആത്മലോകത്തെ അറിയിക്കുവാനാണ് നമ്മൾ ഈ നിയമങ്ങളിൽ കൂടി പലവിധ ഘോഷങ്ങൾ നടത്തുന്നത്. അതെല്ലാം ആത്മാക്കളെ അറിയിക്കുവാൻ വേണ്ടിയുള്ള വിളംബരങ്ങളാണ്. ആ വിളംബരം അനേകങ്ങൾക്ക് പ്രയോജനമാവുകയും അനേകങ്ങൾ ഇവിടെ എത്തിച്ചേരുകയും അവരുടെ ജന്മാന്തരം അനുസരിച്ച് ഇവിടെ നിലനിൽക്കുകയും ചെയ്യും. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട ആത്മാക്കൾ വീണ്ടും വീണ്ടും ആ സുഹൃതത്തെ അല്ലെങ്കിൽ ആനന്ദത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഈ ലോക ജീവിതം നയിക്കേണ്ടത്. അപ്രകാരം ഓരോ ആത്മാവും ശുഭാനന്ദ വിളംബര ഗോപുരങ്ങളായി തീരേണ്ടവരാണ്. അതിന് മാതൃകയായിട്ടാണ് ഞാനിതാ വിളംബര ഗോപുരം നിർമ്മിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ആയിത്തീരേണ്ട രൂപമാണ് ഞാൻ നിർമ്മിക്കുന്നത്. അങ്ങനെ നിർമ്മിക്കുന്ന മഹാചൈതന്യ ഒരു ഗോപുരത്തെ, ആ മഹാസിദ്ധ ഗോപുരത്തെ, ഗുരുപ്രസാദ ഗോപുരത്തെ, ആനന്ദ ഗോപുരത്തെ, ആ ശുഭാനന്ദ ഗോപുരത്തെ ഏറ്റവും വേഗം കാണുവാൻ ആർത്തിയുള്ളവരെല്ലാം കൈകൾ ഉയർത്താം. കൈ അടിച്ചു കേട്ടാൽ കൊള്ളാം. പൂർണ്ണരൂപ 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 ദൈവമേ, പൂർണ്ണരൂപ ദിവ്യമായ ഗോപുരത്തെ പൂർത്തിയാക്കി നൽകണേ. പൂർണ്ണരൂപ 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 ദൈവമേ, ദിവ്യമായ ഗോപുരത്തെ പൂർത്തിയാക്കി നൽകണേ. ആത്മദീപം എന്ന ജ്ഞാന ഹൃദയമധു കരുതണേ. ആനന്ദമാം ദീപമായി നുവാതെ ചേർക്കണേ. ആനന്ദമാം ദീപമായി പൊന്നുവാതെ ചേർക്കണേ. ശുഭാനന്ദ മഹത്വത്തെ ഉൾക്കൊണ്ട് ശുഭാനന്ദ ചൈതന്യമായി ലോകത്തിൽ ജീവിക്കുവാൻ നിങ്ങൾക്ക് ഉത്തമ മാതൃകയായിട്ടാണ് മഹാഗോപുരം നിർമ്മിക്കുന്നത്. തലയുയർത്തി മഹാഗോപുരം നിൽക്കുമ്പോ ആരും ചോദിക്കും ഇത് എന്താണ് ഏതാണ്. അപ്പോൾ അറിയാവുന്നവരും അറിയാൻ വയ്യാത്തവരും പറയും ശുഭാനന്ദാശ്രമത്തിന്റെ ഗോപുരമാണ്. കുറച്ചുകൂടി അറിവുള്ളവർ പറയും ശുഭാനന്ദ ഗുരുദേവൻ തപസ് ചെയ്തതിന്റെ സ്മാരകമായി നിർമ്മിച്ച ഗോപുരമാണ്. ഞാനിവിടെ ഇരുന്ന് ഇതിനെ കുറിച്ച് പലപ്പോഴായി പറഞ്ഞ അല്പാൽപമായുള്ള കാര്യങ്ങളെങ്കിലും ഗ്രഹിച്ചിട്ടുള്ളവർക്കറിയാം. അവരെപ്പോൾ പറയും ഇത് ജ്ഞാനോദയ ഗോപുരമാണ്. ജ്ഞാനോദയ ഗോപുരമാണ്. ഇങ്ങനെ അനേകം നാമങ്ങൾ നമുക്ക് ഗോപുരത്തിന് കൊടുക്കാൻ കഴിയും, കൊടുക്കേണ്ട ആവശ്യമുണ്ട്, അതുണ്ട്. അതുണ്ട്, ആ നാമങ്ങളെല്ലാം അതിലുണ്ട്, അതിൽ ഉള്ളടക്കമായി നിൽക്കുകയാണ്. അത് ഓരോന്നോരോന്ന് അവരവരുടെ അറിവിനനുസരിച്ച് ചിന്തിക്കുമ്പോൾ അത് ബോധ്യപ്പെടും. അങ്ങനെ അനേകം അറിവുകൾ, ഇതിന്റെ ചൈതന്യങ്ങൾ, ശക്തിവിശേഷങ്ങൾ എല്ലാം ഉള്ളടക്കമായി നിൽക്കുന്ന മഹാഗോപുരത്തെ ഈ ലോകത്തിലേക്ക് അവതരിപ്പിക്കുവാൻ തക്ക വിധത്തിൽ ഒരു മഹാതപസ്വിനിയെ സ്വീകരിച്ച് നിലനിർത്തിക്കൊണ്ടാണ് അതിലേക്ക് ഈ പ്രകാശം കൊടുത്തത്. ആത്മാവിലേക്ക് പ്രകാശമായി ഭവിച്ചത് കൊണ്ടാണ് അതിന് ആത്മദീപം എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. ആ പ്രകാശത്തെയാണ് ശില്പികളിലേക്ക് പകർന്നു കൊടുക്കുന്നത്. ആത്മദീപത്തെ ആയുരാരോഗ്യത്തോടെന്നും കരുതണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ രാജഗോപാലിനെയും കുടുംബത്തെയും
കുടുംബത്തെയും സപതികളെയും ശില്പികളെയും അതിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും മഹാശക്തിയുടെ തൃക്കരങ്ങൾ എന്നാളും കരുതണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏറ്റവും വേഗം അത് പൂർത്തീകരിച്ചു തരുവാൻ മഹാശക്തി ഉൾക്കരണ ചൊരിയുമാറാകട്ടെ. ഈ ദിവസം നടന്ന ഈ ആരാധനയിൽ, ഇത്രയും ആനന്ദാവസ്ഥയിൽ നടത്തപ്പെട്ട ഈ ആരാധനയിൽ വന്നു പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരും ഭാഗ്യവേദികളുമാണ്. ഇത് നഷ്ടമാക്കാതെ നിങ്ങൾ സൂക്ഷിക്കുക. ഇനിയും വന്ന് കാണുമ്പോഴേയും ഈ ആനന്ദം നിങ്ങൾ നിലനിൽക്കുമാറാകട്ടെ. വീണ്ടും നിറച്ചതിനെ വർദ്ധിപ്പിക്കുവാൻ ഇടയാകുമാറാകട്ടെ. നിങ്ങൾ അർപ്പിച്ച നേർച്ചകളെല്ലാം ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു. എല്ലാ ദോഷങ്ങളും തീർന്ന് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. രോഗശാന്തി, ഭൂതശാന്തി, പാപശാന്തി അനുഭവമാകുമാറാകട്ടെ. വിവിധ വിദ്യാഭ്യാസ മേഖലകളിലേക്ക് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓമന കുഞ്ഞുങ്ങൾക്ക് തക്കയോഗ്യമായ വിഷയങ്ങളിലേക്ക് അഡ്മിഷൻ കിട്ടുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. രോഗികളായി കിടക്കുന്നവർക്ക് രോഗശാന്തി ഈശ്വരൻ ദാനം ചെയ്യട്ടെ. ഉന്നതമായ കർമ്മങ്ങൾ നടത്തുവാൻ ഉന്നതൻ ലോകത്തിൽ പ്രത്യക്ഷമായി വാഴുമാറാകട്ടെ. പ്രത്യക്ഷ ദൈവത്തിന്റെ അത്ഭുത വാഴ്ച ആത്മാവിൽ അനുഭവമാകുമാറാകട്ടെ. അതിനായി മഹാശക്തി നിറഞ്ഞു വാഴുമാറാകട്ടെ. ഒരു കാലത്തും ഗുരുവിനെയോ ഈ ആദർശത്തെയോ മറക്കാതെ കൈവിടാതെ പരിപാലിച്ച് ജീവിക്കാമെന്ന് സമ്മതിക്കുന്നവരൊന്ന് കൈയടിച്ചു കേട്ടാൽ കൊള്ളാം. വിടുകയില്ല, ഞാൻ വിടുകയില്ല. ഗുരുവിന്റെ